ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ +2 കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചാപ്റ്റർ 5 ജീനുഗാട്ട അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ചാപ്റ്റർ 5 അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ജീനുഗാട്ട. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് കോമൺലി യൂസ്ഡ് അക്കൗണ്ട് സോഫ്റ്റ്വെയർ, അതായത് കുറച്ച് നമ്മളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേക്കാം. എക്സാമ്പിൾസ് സാപ്പ്, ടാറ്റ, ദെൻ ടാലി എക്സെട്ര. നെക്സ്റ്റ് നമ്മൾക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യനാണ് features of ജീനുഗാട്ട. The first feature, it's a free and open source accounting software. That means anybody can freely download it and use it. Then second, it is based on double entry bookkeeping. അതായത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഡബിൾ എൻട്രി അനുസരിച്ചാണ് നമ്മളിത് സിസ്റ്റം കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ക്യാൻ ബി ജനറേറ്റ്, ലൈക്ക് നമുക്ക് ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, P&L അക്കൗണ്ട് ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ പാസ്വേഡ് സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡഡ്. അപ്പോൾ കുട്ടികൾ ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും 3-4 ഫീച്ചേഴ്സ് നോക്കി വെക്കുക. ചോദിക്കാവുന്നതാണ് ഹൗ ടു റൺ ഗാട്ട, അതിൻ്റെ പാത്ത് നോക്കി വെക്കുക. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ജീനുഗാട്ട. ഈ ചാപ്റ്റർ വേറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീ ഡിറ്റർമിൻഡ് അക്കൗണ്ട് ഗ്രൂപ്പ്സ്. നമ്പർ 13 ആണ്. അതിൽ 9 റിലേറ്റ്സ് ടു ബാലൻസ് ഷീറ്റ് ആൻഡ് അതർ റിലേറ്റഡ് P&L അക്കൗണ്ട്. അപ്പോൾ അത് പഠിക്കണം. ഗാട്ടയിലെ 13 പ്രീ ഡിറ്റർമിൻഡ് അക്കൗണ്ട് ഗ്രൂപ്പ്, അതിൽ 9 റിലേറ്റഡ് ബാലൻസ് ഷീറ്റും അടുത്ത 4 റിലേറ്റ് ചെയ്യുന്നത് P&L അക്കൗണ്ടായിട്ടാണ്. കൂടുതൽ അറിഞ്ഞു വെക്കേണ്ട വേറൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഗ്രൂപ്പുകളിൽ നമുക്കിതിൽ പ്രോഫിറ്റ് ലോസ് റിലേറ്റ് ചെയ്യുന്ന 4 ഗ്രൂപ്പുകളുണ്ട്. ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഈ 4 ഗ്രൂപ്പുകൾക്കും സബ് ഗ്രൂപ്പ് ഇല്ല. പിന്നെ നമുക്ക് വരാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ് സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലോസിങ് സ്റ്റോക്ക്, ഓപ്പൺ സ്റ്റോക്ക്, P&L അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ബിഗിനിങ്. അതിലിവിടെ P&L അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് 2 ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആണ്. അതിൽ വരുന്നതാണ് P&L അക്കൗണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരുന്ന റിപ്പോർട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ് ഏതെന്ന് ചോദിച്ചാൽ ക്ലോസ് സ്റ്റോക്ക്, ഓപ്പൺ സ്റ്റോക്ക്, P&L അക്കൗണ്ട് ആൻഡ് സ്റ്റോക്ക് അറ്റ് ബിഗിനിങ്. നെക്സ്റ്റ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് വൗച്ചർ ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൗച്ചർ റിസിപ്റ്റ്. ടു റെക്കോർഡ് ഓൾ റിസിപ്റ്റ് ഓഫ് ക്യാഷ് ഓർ ചെക്ക് ആൻഡ് ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F4. അപ്പോൾ റിസിപ്റ്റ് വൗച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ റെസിപ്റ്റുകളും, അത് ക്യാഷ് ആയിട്ടാകും അല്ലെങ്കിൽ ബാങ്കിലേക്ക് വന്നാലും ആ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് റിസിപ്റ്റ് വൗച്ചർ. നെക്സ്റ്റ് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ പേയ്മെൻറ്റുകളും, അത് ക്യാഷ് ആവാം, ചെക്ക് വഴിയാവും, അതായത് ബാങ്ക് വഴിയാകാം, അതാണ് പേയ്മെൻറ്റ് വൗച്ചർ. അങ്ങനെ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് പേയ്മെൻറ്റ് വൗച്ചർ. ഫംഗ്ഷൻ കീ F5. നെക്സ്റ്റ് വൗച്ചർ സെയിൽസ്. അത് നമ്മൾ ക്യാഷ് സെയിൽ ആയിക്കോട്ടെ, ക്രെഡിറ്റ് സെയിൽ ആയിക്കോട്ടെ, രണ്ടും റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് വൗച്ചർ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഫംഗ്ഷൻ കീ F6. നെക്സ്റ്റ് പർച്ചേസ് വൗച്ചർ. ഇത് റെക്കോർഡ്സ് നമ്മൾ നടത്തുന്ന ക്യാഷ് പർച്ചേസുകളും ക്രെഡിറ്റ് പർച്ചേസുകളും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. ഫംഗ്ഷൻ കീ F7. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൗച്ചറാണ് കോൺട്ര വൗച്ചർ. എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷും ബാങ്കും വരുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറാണ് നമ്മളുടെ കോൺട്ര വൗച്ചർ. ഫംഗ്ഷൻ കീ F8. നെക്സ്റ്റ് ജേർണൽ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസോ ഡിപ്രിസിയേഷൻ എൻട്രീസോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജേർണൽ വൗച്ചർ. അപ്പോൾ ഇതിൽ ഇത്രയും നമ്മൾക്ക് വേറെ വൗച്ചേഴ്സ് ഉണ്ട്. ഇത്രയും വൗച്ചർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൗച്ചേഴ്സാണ്. റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ്, പർച്ചേസ്, കോൺട്ര ആൻഡ് ജേർണൽ. റെസിപ്റ്റ് മീൻസ് ഓൾ റെസിപ്റ്റ്, അതായത് ക്യാഷ് ബാങ്കും. ദെൻ പേയ്മെൻറ്റ് ഓൾ പേയ്മെൻറ്റ്സ്. സെയിൽസ് ഓൾ സെയിൽസ്, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. പർച്ചേസ് ഓൾ പർച്ചേസ്, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്.